ഒടുവിൽ നമ്മൾ ഒരു സെയിൽസ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ മാർജിൻ എത്ര ഉണ്ട് എന്ന് അപ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്മളെ മാർജിൻ എത്രയെന്ന് അറിയേണ്ടി വരും. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി അത് കാണണമെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിവിടെ സെയിൽസിൽ ഒരു പുതിയ സെയിൽസ് നടത്താൻ വേണ്ടി കൊട്ടേഷൻ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഡിക്കോഡിക്റ്റ്. ഓക്കെ, ഇവിടെ ഞാനൊരു ക്യാനൺ ക്യാമറ എനേബിൾ ഓപ്പൺ ആക്കുന്നു. അത് 46,990 ആണ് വിൽപ്പന വില കാണിക്കുന്നത്. എനിക്കിവിടെ മാർജിൻ കാണാൻ ഒരു വഴിയില്ല. ഈ സിസ്റ്റത്തിൻ്റെ മാർജിൻ പ്രൊഡക്റ്റിൽ പ്രൊഡക്റ്റിൻ്റെ മാസ്റ്റർ ലിസ്റ്റിൽ പോയി നോക്കിയാൽ അറിയാം. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഒരു ഇൻവോയ്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് നോക്കുക പ്രായോഗികമല്ല. അത് മാത്രമല്ല ടോട്ടൽ ഈ ഇൻവോയ്സ് ടോട്ടൽ നമ്മൾക്ക് എത്ര മാർജിൻ കിട്ടും എന്നും നമ്മൾക്ക് അറിയാൻ ഈസി അല്ല അവിടെ എനേബിൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെയിൽസിലാണ് ഉള്ളത്. കോൺഫിഗറേഷനിൽ പോവാം, സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ മാർജിൻ എന്ന് പറയുന്നത് സെയിൽസിലാണ് ഉണ്ടാവുക. സെയിൽസ് സെറ്റിങ്സിൽ മാർജിൻ എനേബിൾ ചെയ്യുക, സേവ് ചെയ്യുക. നമ്മൾ സെറ്റിങ്സ് ഓക്കെ ആയി. ഇനി നമ്മൾ സെയിൽസിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചത് അവിടെ ഡ്രാഫ്റ്റിലായിട്ട് ഉണ്ടാവും. അത് ഓപ്പണായി. ഇപ്പം മാർജിൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 46,990 5,990 ഇത് മാർജിൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ മാർജിൻ എന്ന് പറയുന്ന ഫീൽഡ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇൻവോയ്സിലെ ടോട്ടൽ മാർജിൻ, അത് വേറൊരു പ്രൊഡക്റ്റ് കൂടെ സെലക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഓൾറെഡി ഉള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ മാർജിൻ ഒന്നും എഴുതിയിട്ടില്ല. ഒരു 1,500 നോക്കുമ്പോൾ 1,490, അത് 0.50 ആണ് എൻ്റെ കോസ്റ്റ്. അതുകൊണ്ടാണ് അത്രയും മാർജിൻ. ഇപ്പോൾ നമുക്ക് ഈ ഇൻവോയ്സിൽ 7,400, അതായത് 15.45% മാർജിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇത് കാണിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 46,990, അതായത് 41 ആയിരിക്കണം 5,990 കിട്ടണമെന്നുണ്ടെങ്കിൽ. നമുക്ക് നോക്കാം അതിൻ്റെ കോസ്റ്റ്. പ്രൊഡക്റ്റ് മാസ്റ്ററിലേക്ക് ഇവിടെ തന്നെ പോകാം, അല്ലെങ്കിൽ ഇൻവെൻട്രിയിലൂടെ പോയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് വിൽപ്പന വില 46,990 കറക്റ്റാണ്, 41,000 ആണ്. അതുകൊണ്ടാണ് 5,990 ഇതിൽ മാർജിൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാർജിൻ അവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും.